ഈ ലോഫ്റ്റിന്റെ പേരെന്താണ്? ഇപ്പോൾ BRS കൊച്ചി, ഓപ്പണിൽ BRS കൊച്ചി, CPFL ഹാഷിം ഹബീബ്. ഇവിടെ ഈ വർഷം വീണക്കാൻ ടൈമൊക്കെ എത്രയാണ്? 17:37, 15:14, പിന്നെ ഒരു 13:09, അങ്ങനെ 3 സമയം ഈ വർഷം വേണം. ഏത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? ഇത് മട്ടാഞ്ചേരി കോമ്പാറുമുക്ക്, നിയറസ്റ്റ് ജെയിൻ ടെമ്പിൾ. ഇത് വർക്കാൻ പോണ ഞാൻ ഫാബ്രിക്കേഷനാണ്, ഞാനും അനുജനും ഫാബ്രിക്കേറ്ററാണ്. അലുമിനിയം. ഏത് പറവിലൊക്കെയാണ് അത് വീണക്കണം? CPFA ഓപ്പൺ, രാജേഷോ, പിന്നെ CPFA കമ്മിറ്റിയുടെ പറവാണ്. 3 ഇതായിട്ടുള്ള 3 പറയിലും കൂടിയാണ് ഈ ടൈം വീണക്കാം. നിലവിൽ ചാമ്പ്യനാണ് CPFAയുടെ ചാമ്പ്യൻ ഇതുണ്ട്. പ്രാവിനെയൊക്കെ ട്രെയിൻ ചെയ്യണം? ഇല്ല, ഞാനും ബ്രദറുണ്ട്, അനിയനുണ്ട്, ഞാനും കൂടെയാണ്. പുള്ളിയുടെ പേരെന്താണ്? ഹബീബ്. ഇപ്പം ഇവിടെ എത്ര നാളെ പ്രായം നടത്തണം? ഞങ്ങൾ തുടങ്ങിയ മുതൽ ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഒരു 9 വർഷമായി ഇവിടെ പറവ തുടങ്ങിയിട്ടും പറവായിട്ട് ബന്ധപ്പെട്ടിട്ട് 9 വർഷമായി. കാലങ്ങളിൽ പറവ വിടാറുണ്ടായിരുന്നോ? നമ്മൾ തുടങ്ങിയിട്ട് 2 വർഷം മാത്രം പറവ വിട്ടിട്ടില്ല. പിന്നീട്ടുള്ള എല്ലാ വർഷവും CPFL ടൂർണമെന്റ് വിട്ടിട്ടുണ്ട്. തുടർച്ചയായി പറവ വിട്ടിട്ടുണ്ട്. അതിലൊക്കെ എങ്ങനെയാണ് ടൈമൊക്കെ? ആദ്യമായിട്ട് നമുക്കൊരു പ്രൈസ് കിട്ടുന്നത് 2019 CPFL 13:07, 12:38. അതിൽ 2 പ്രൈസ് ഉണ്ടായിരുന്നു, സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ആ വർഷം തന്നെ ഓൾ കേരളയിലും ആ ടൈം 13:09 ഒരു പ്രൈസ് ഉണ്ടായി, സെക്കൻഡ് പ്രൈസ് തന്നെ. ഇവിടെ 17 മണിക്കൂറൊക്കെ പറന്ന പ്രാവ് ഇവിടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുത്തോളാണോ? അതിൽ ഒരെണ്ണം ഇവിടെ വിരിഞ്ഞതും ഒരെണ്ണം കോഴിക്കോട് നമ്മളെ ബിജീഷ് ബാബുട്ടേക്കൻ എന്നൊക്കെ പറഞ്ഞു. അവരെ പ്രാവുകളാണ് കൂടുതൽ നമ്മളിവിടെ വളർത്തുന്നത്. എവിടെ നിന്നൊക്കെയാണ് പ്രാവിനെ എടുക്കണം കൂടുതലും? അത് ഒറ്റക്കൂട്ടിൽ നിന്ന് മാത്രമല്ല, ഒറ്റ ലോഫ്റ്റിൽ നിന്ന് മാത്രമേ പ്രാവുകൾ കൊണ്ടുവന്നുള്ളൂ. അത് സ്ഥിരം നമുക്ക് അവിടെ നിന്ന് വർഷങ്ങളായിട്ട് ഒരു 6-7 വർഷമായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പ്രാവുകളാണ് കൂടുതൽ വളർത്തുക. അവിടെ ട്രെയിനിങ്ങൊക്കെ ചെയ്യണം എങ്ങനെയാണ്? പിന്നെ നമുക്ക് ട്രെയിനിങ് എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞു തന്നതൊക്കെ ഒരു 4 വർഷം മുമ്പ് പാലക്കാടുള്ള ന്യൂഷാദൊക്കെ ഉണ്ട്. പുള്ളിയാണ് നമുക്ക് ഈ വലിയ വലിയ പറവയിലേക്കുള്ള സമയം കുറിക്കാനുള്ള ട്രെയിനിങ് ശരിക്കും പറഞ്ഞു തന്നിരിക്കുന്നത്. പുള്ളിയുടെ ഒരു മെത്തേഡിലാണ് നമ്മളിപ്പോൾ പറത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരത്തുള്ള ജയൻ ചേട്ടൻ ഒക്കെ, പുള്ളിയൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ഈ പറവയിലൊക്കെ ഒരുപാട് ട്രെയിനിങ് പറഞ്ഞു തന്ന ആളുകളാണ്. പിന്നെ നമുക്ക് പ്രാവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ബിജീഷ്, റാംജിത്ത് എന്ന് വെച്ചാൽ ടിട്ടു എന്നാണ് പുള്ളിയുടെ ശരിക്കും പേര്, വിളിക്കണ പേര്. റാംജിത്ത് ഒറിജിനൽ പേര്. പിന്നെ ബാബുട്ടേട്ടൻ. പിന്നെ നമുക്ക് ആദ്യം പ്രാവുകളെ തന്നത് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തത് ഷിഫാസ്. അവൻ്റെ പ്രാവാണ് സ്റ്റാർട്ടിങ്ങിൽ. അവൻ്റെ പ്രാവാണ് ആദ്യം നമുക്കൊരു പ്രൈസ് ഈ ലോഫ്റ്റിലേക്ക് വാങ്ങിത്തരണമെന്ന്. ഇത് വളർത്തണേൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലോ, ട്രെയിൻ ചെയ്തെടുക്കൽ, വറപ്പിക്കൽ, സമയവും കാര്യങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ ശരിക്ക് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരുപാട് പ്രാവുകൾ പറത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ സമയം നമുക്കൊരിക്കലും ടൂർണമെൻറ്റിൽ കുറിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതൊരു ലക്കാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ആ പറവ എന്നുള്ള ഭാഗ്യമാണ്. നമ്മളിവിടെ തന്നെ ഒരു പറവ വിട്ടിട്ട് CPFA ഓപ്പൺ ടൂർണമെൻറ്റ് വിട്ടത്. 2 പ്രാവ് വിട്ട് ഒരെണ്ണം 7 മണി അടുക്കിയായപ്പോൾ മാറിയിരുന്നു പ്രാവ്. കൂടെ പറഞ്ഞ പ്രാവ് അന്ന് ഒരു 18 മണിക്കൂർ അന്ന് സത്യത്തിൽ ആ ടൂർണമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ആ പ്രാവ്. പക്ഷെ അത് നമുക്ക് പറയാനേ പറ്റുള്ളൂ, നമ്മൾ പ്രാവ് പറഞ്ഞെന്ന്. പക്ഷെ അത് ഭാഗ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ലക്ക് ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ നമ്മുടെ പറവയുടെ. ട്രെയിനിങ് നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല. അന്ന് നമ്മുടെ പറവയുടെ ദിവസം നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്കൊരു സമയം കുറിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ വെട്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിറക് വലിക്കാന്ന് വെച്ചാൽ CPFL ഡേറ്റ് ഓപ്പൺ ഡേറ്റ് നേരത്തെ കിട്ടും. നമ്മളെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ പ്രാവള വലിക്കുക. അപ്പോൾ പല പ്രാവുകൾക്ക് പല ഘട്ടമായിട്ടായിരിക്കും. എല്ലാ പ്രാവിനും ഒരേ സമയമായിട്ട് വലിക്കുകയില്ല. ഒരു 20 പ്രാവുണ്ടെങ്കിൽ ഒരു 10 പ്രാവിനെ ഫസ്റ്റ് വലിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 10 പ്രാവിനെ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ വലിച്ചെടുക്കും. അത് അല്ലെങ്കിൽ നമ്മൾ ഈ ചില സമയത്ത് നേരത്തെ പ്രാവുകൾക്ക് കൊഴിച്ചിൽ വന്നിട്ട് ലാസ്റ്റൊക്കെ ഡേറ്റ് കിട്ടിയാലേ നമുക്ക് പ്രാവിനെ ആ സമയത്തൊക്കെ ചില പ്രാവുകൾ പൊളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2 ഘട്ടമായിട്ടാണ് നമ്മൾ പ്രാവുകളെ തയ്യാറാക്കി എടുക്കുക. ചിറക് വലിച്ച 45 ദിവസം ചിറക് മുട്ടാനുള്ള സമയം. ആ സമയത്ത് ശരിക്കും നമ്മൾ ഈ ടൂർണമെൻറ്റിലൊക്കെയുള്ള പ്രാവുകളെ ട്രീറ്റ്മെൻറ്റ് ശരിക്കും ആ സമയത്ത് തന്നെ തുടങ്ങും. അതെന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ? ശരിക്കും അതിന് ചിറകിൻ്റെ കാൽസ്യം, ചിറകിൻ്റെ ഫുൾ ഫിനിഷിങ്ങിന് വരാൻ വേണ്ടിയുള്ള കാൽസ്യങ്ങൾ, ഫുഡുകൾ. അതെന്തൊക്കെയാണ് കാൽസ്യം ഫുഡ്?
അപ്പം നമ്മൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ചെറുപയർ കാര്യങ്ങളുണ്ട്, പിന്നെ കാൽസ്യത്തിൻ്റെ ചെറിയ ചെറിയ ഗുളികകൾ, ഇതെല്ലാം. എന്ത് ഗുളിക? കാൽസ്യത്തിൻ്റെ കാൽസ്യം ഗുളികകൾ. അതടങ്ങിയ ഗുളികകൾ കൊടുക്കുക. പിന്നെ പ്രാവള വലിയതായിട്ട് നമ്മൾ ചിറകുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി പക്കയായിരിക്കണം. കാരണം ചിറക് ഒരെണ്ണം പ്രാവിന് നഷ്ടപ്പെട്ടാൽ അത് ആ വർഷത്തെ പറവ പ്രാവിൻ്റെ പൂർണ്ണമായും നഷ്ടപ്പെടും. അപ്പോൾ ആ രീതിയിൽ ചിറക് പക്ക നമ്മൾ എത്തുന്നത് വരെ ആ പ്രാവിനെ പക്കയായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് നമ്മളാണ്. അതിനാൽ ചിറക് വലിച്ച പ്രാവിനെ നമ്മൾ ഒരു കൂട്ടിൽ നിന്ന് എടുക്കുമ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതിൻ്റെ ചെറുകൾക്കൊരു കോട്ടം വരാത്ത രീതിയിൽ പ്രാവുകൾ നമ്മൾ എടുക്കേണ്ടത് കൈകാര്യം ചെയ്യണം.